ഹലോ പിങ്കി, ഇനി എത്ര തവണയാണ് ഞാൻ നിന്നെ വിളിക്കണത്? നീ ഇങ്ങോട്ട് വരണില്ലേ? ആ, ഇന്ന് വരാം, നാളെ വരാം, മറ്റന്നാ വരാം. നീ ഈ അടുത്തെങ്ങാനും വരൂ. ആ, എന്തായി നിന്റെ പ്ലാൻ? നീ ഹോസ്റ്റലാ നിൽക്കാൻ പോണേ? വീട്ടിൽ നിൽക്കണമെന്ന് പറഞ്ഞിട്ട്? ആ, വീട്ടിലാണ് നിൽക്കണ്ടേ. നീ വരണം കാത്ത് ഞാൻ ഇവിടെ നിൽക്കുവാണ്. എനിക്കാണെങ്കിൽ ഇവിടെ കമ്പനി അടിക്കാനും നീ വന്നാലേ ശരിയാവുള്ളൂ, സെറ്റാവല്ലോ. അതൊക്കെ ഉണ്ടാക്കി തരാം, അമ്മയില്ലേ ഇവിടെ, എല്ലാം നമുക്ക് ശരിയാക്കാം. നീ ആദ്യം ഇങ്ങോട്ട് വാ ഒന്ന്. ആ, നിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും. ആ ആ അതൊക്കെ ഞാൻ പറയാം. ശരിയടി. അയ്യോ, കഴിഞ്ഞോ കഴിഞ്ഞോ? എടാ നീ ഇപ്പൊ വിളിക്കാമേ. വേണ്ട, എല്ലാം കരിഞ്ഞു. ആ, ഇനി എന്തോ ഇത്? ഇതെന്തോണ്ട് ഇനി? ഇതെന്തോ കൂട്ടാനുണ്ട്? ഒന്നുമില്ല, അതാണ്ട് പരിച്ചു പരിച്ചു. ഇതെന്തോ ഇത്? ഞാൻ ആ പിങ്കി അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ ഞാൻ എന്റെ ശ്രദ്ധ ഒന്നും. നിനക്ക് ആരെങ്കിലും ഒരു ഫോണിൽ സംസാരിക്കാൻ കിട്ടിയാലേ നീ സംസാരിച്ചോണ്ടേയിരിക്കും. അടുപ്പത്തിരിക്കുന്ന നീ നോക്കുന്നില്ല. നോക്കുന്നേ ഇല്ല. സംസാരിച്ചോണ്ടേ ഇരിക്കുമല്ലോ 24 മണിക്കൂർ. ഒന്ന് ഞാൻ അവളെ ഒന്ന് ഫോൺ വിളിച്ചാണ്, അറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോയത്. ഒരബദ്ധം. നാളെ ഇങ്ങനെ അബദ്ധം പറ്റിയതിന്റെ കൈ പൊള്ളിയില്ലേ? അവിടെ പോയി, ആ പാട് പോയി. അതെ അതെ. അത് ഈ കൂട്ടാന്റെ പേരെന്തുവാ? ഇതാ, ഇത് തക്കാളി വെന്താലോ കരിഞ്ഞാലോ. വെന്താലോ കരിഞ്ഞാലോ. ആ, കൊള്ളാം കൊള്ളാം. ചൈനയിലെ ഒരു വിശിഷ്ട ഐറ്റം ആണ് ഇത്. ആ, കഴിച്ചിട്ടില്ല? ഇല്ല. ഇനിയിപ്പോ ഇത് കഴിക്കാൻ വേണ്ടി ഞാൻ ചൈനയിൽ പോകാൻ പറ്റുമോ? വേണ്ട, അതിനാണ് ഞാൻ അത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അമ്മ എനിക്ക് ചൈനയിൽ കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ ചൈനയിലെ ഐറ്റം ഞാൻ ഇവിടെ കൊണ്ടുപോയി. ആ, നന്നായി. വലിയൊരു പാചകക്കാരിയാ ഞാൻ. എന്റെ പേരും കൂടെ ചീത്തയാക്കുന്നു. പിന്നെ വലിയ പാചകക്കാരി. അമ്മ പണ്ട് ഇതേപോലെ ഉണ്ടാക്കുമ്പോഴേ ഞാനിങ്ങനെ പറയല്ലോ, അമ്മ അങ്ങനെ ശരിയായി ഇങ്ങനെ ശരിയായി ഉണ്ടാക്കി വെച്ചങ്ങോട്ട് കഴിച്ചാ മതി എന്ന് പറയുമല്ലോ. അന്നല്ലേ എന്റെ ചെറുപ്പത്തിലേ ഞാൻ എന്തെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നു വീട്ടിൽ. അല്ലെങ്കിൽ നല്ല ചുട്ട് അടി കിട്ടും. നിനക്കൊന്നും തരട്ടതാ ഞാൻ ഓർമ്മിക്കാന്. എന്തിന്? എനിക്കിപ്പോ ഓർമ്മക്കുറവെന്നാണോ പറയണ അമ്മ? ഓർമ്മക്കുറവുണ്ട്. ആ, അല്ല, അന്നൊരു ദിവസം നീ പാലടുപ്പത്ത് വെച്ചു പോയില്ലേ? തിളച്ച് വെന്ത് കരിഞ്ഞ് പാത്രമേ മാറ്റില്ല. എന്റെ പൊന്നമ്മേ, ഇത് ഏത് വീട്ടിലാണ് നടക്കാത്തത്? പാല് പൊങ്ങാത്ത ഒരു വീട് പറ. ശരി, തുണി നനച്ച് അവിടെ കൊണ്ടിട്ടു. എന്നിട്ട് നീ എടുത്തില്ല, മഴ പെയ്തു. ആ തുണി ഞാൻ എടുത്താലേ അങ്ങ് വരൂ. തുണിയേ ബാന്ന് പറഞ്ഞ് ഞാൻ വയസ്സായ ഞാൻ കാരണമല്ലേ? വേറെ എത്ര പേരുണ്ട് ഈ വീട്ടില്? എടുക്കാലോ. എല്ലാത്തിനും നീ മറുപടി പറയും. എന്റെ അമ്മേ, അമ്മ എന്റെ അമ്മയാണോ അമ്മായി അമ്മയാണോ? നിനക്കിപ്പോ അങ്ങനെ തോന്നുന്നേ? ഈ ഇടയായിട്ട് അമ്മയുടെ പെരുമാറ്റം കണ്ടിട്ട് എനിക്ക് അമ്മായി അമ്മയുടെ ഒരു ചായവാണ് വരുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം ഞാൻ മുഖത്ത് നോക്കി പറയും. എന്ന് വിചാരിച്ച എനിക്ക് സ്നേഹമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ ഇനി മേല കരിക്കരുത് കേട്ടോ. അമ്മയെ കളിയാക്കണ തോന്നുന്നു. ഇത് നീ റാമിന് കൊടുത്തു നോക്ക്. കൊടുക്ക്. ഒരു കാര്യം ഞാൻ പറയാം. ഈ കുടുംബജീവിതവും ജോലിയും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ കല്യാണം കഴിക്കരുത്. എന്റെ അമ്മേ, ഒരു അബദ്ധം പറ്റിയപ്പോഴത്തേക്ക് അമ്മ ഒരു സിനിമ ഡയലോഗ് ഇത്ര നീളത്തിൽ അങ്ങോട്ട് അടിക്കണല്ലോ അമ്മേ. ഒരു കറി കരിഞ്ഞതേ ഉള്ളൂ, വേറൊന്നും പറ്റിയില്ല ഇവിടെ. അല്ല, ഇനി പറ്റാതിരിക്കാനായി പറയുന്നതേ. പറ്റാതിരിക്കാൻ ഈ കാര്യങ്ങളൊക്കെ അമ്മ എങ്ങനെയാണ് അറിയുന്നത്? അത് എനിക്ക് ഇവിടെ ആരൊക്കെയോ പറഞ്ഞു കേട്ടതാ. ഇവിടെ ആരൊക്കെയോ പറയുന്നത് കേൾക്കാറുണ്ട്. ആര് പറഞ്ഞു? അതിപ്പോ എന്തിനാ അറിയുന്നേ? അതറിയണം. ആരാണ് ഇതൊക്കെ പറഞ്ഞ അമ്മ അങ്ങോട്ട് തിരികൊളുത്തി വിടണെന്നുള്ളത് അറിയണം. എന്നിട്ട് അവിടെ പോയി വഴക്കുണ്ടാക്കാൻ അമ്മ ഇങ്ങനെ കറക്കി വിടും. അമ്മ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ടങ് 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 എന്ന് പറഞ്ഞ് ആടിക്കൊണ്ടിരുന്നോളൂ. എന്തായാലും ഒരു കാര്യം, ഇനി നീ ഒന്ന് ശ്രദ്ധിക്ക്. ഈ ഫോണൊക്കെ വന്നാലും നീ ഇത് അടുപ്പത്ത് വെച്ചേച്ച് പോകരുത്. എല്ലാം കരിഞ്ഞ് ഇതാവും. പിന്നെ നീ പറയുന്ന പോലെ ചൈനയിൽ പോയി ഇതാ തിന്നെ മറ്റേ ഇതാ തിന്നൊന്നും പറയല്ലേ കേട്ടോ. ശരി ശരി തമ്പുരാട്ടി, ശരി. ഓടിയൊന്ന് ചേട്ടാ, അമ്മയടുത്ത് ഇതൊക്കെ പോയി പറഞ്ഞു കൊടുക്കുന്ന ആരായിരിക്കും? മാമനായിരിക്കൂ? ഛേ, ഇങ്ങനെ എന്നെ അങ്ങനെ പാരയൊന്നും വെക്കത്തില്ല. ഞാൻ റാമേട്ടനായിരിക്കൂ. ആ ദുഷ്ടൻ അങ്ങനെ ചെയ്താലും ചെയ്യും. എന്തായാലും വരട്ടെ, കാണിച്ചു കൊടുക്ക. ഷടാ കരി, ഇനിയിപ്പൊ എന്ത് ചെയ്യും? രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും ഒരു കുഴപ്പം വരട്ടെ, കാണിച്ചു. ഒരാളെ ഇങ്ങനെയൊക്കെ ഉറപ്പിക്കാം. ഡിഗ്രി എടുത്തേക്ക് കൊണ്ടുപോകാൻ
അമ്പടി കള്ളി നീ അങ്ങ് ചുമഞ്ഞൊരുങ്ങുകയാണ്. മാറ് 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 മാറ്. അങ്ങോട്ട് മാറേ. എന്താണ് ഇപ്പൊ വന്ന് കെട്ടിപ്പിടിക്കണത്? എന്ത് എന്ത് കാര്യം എന്ത് ഇപ്പൊ വന്ന് പൊട്ടണ? മാറ് 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 മാറ്. എന്തടി എന്തടി കുന്ത്? ഞാൻ ഇതിന്റെ റാമറ്റൻ കൂമേട്ടൻ ഒന്നും പറയണ്ട. ആ കൂമേട്ടൻ. നിങ്ങൾ എന്നെ പറ്റിയുള്ള കുറ്റമൊക്കെ അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുത്ത് എന്തിനു? നിന്നെ പറ്റി എന്താ കുറ്റം പറഞ്ഞു? നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അമ്മ എൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞു. എന്തോന്ന് പറഞ്ഞു? എനിക്ക് ശ്രദ്ധയില്ലെന്നോ ഭയങ്കര അശ്രദ്ധ, എന്റെ കാര്യങ്ങളൊന്നും നോക്കണില്ല, വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കണില്ല, നിങ്ങൾ പോയി പറഞ്ഞു കൊടുത്ത എന്തിനാ അമ്മ അടുത്ത്? ഞാൻ പറഞ്ഞു നിങ്ങളൊരു കൊച്ചു കുട്ടിയാ, LKG പഠിക്കണ. എന്തടി നിനക്ക്? അത് വയ്യ, നിങ്ങളോട് ജീവിച്ച് വയ്യ. ഞാൻ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞില്ല. നീ മോത്ത് നോക്കി ഇങ്ങനെ കള്ളം പറയാൻ പറ്റേ? എന്ത് ഉണ്ട കണ്ണുകൊണ്ട് എനിക്ക് കുത്തുപൊടിക്കാനാണ് തോന്നുന്നത്. കുത്തുപൊട്ടിക്കാൻ ഞാൻ ചെയ്തില്ലെന്ന് തന്നെ. എന്റെ പൊന്നെ റാമേട്ട, 1 or 2 പ്രാവശ്യം ഒന്ന് കറി കരിഞ്ഞു പോയി. കുറച്ച് പ്രാവശ്യം ഒന്ന് ഉപ്പ് കൂടി കാണും, ചിലപ്പോ എരിവ് കൂടി കാണും, അല്ലെങ്കിൽ ചിലപ്പോ പുളി കുറഞ്ഞു കാണും. നിന്റെ പ്രശ്നം എന്താണ്? ഞാൻ ഏത് കറി വെച്ചിപ്പോ? ഞാൻ വെച്ചപ്പോ എന്നും വെച്ച് ഉടനെ ചെന്ന് എന്നെ പറ്റി അമ്മ എടുത്ത് പോയി കുറ്റം പറഞ്ഞു കൊടുക്കൂ? സത്യമായിട്ടും ഇത് ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല, ഇത് എന്നെ കൊല്ലി. എന്തൊരു കള്ള സത്യം മനസ്സിലായത്. എന്നാലും നിങ്ങൾ ഇങ്ങനെ ഒരു ഒറ്റുകാരനായി പോയല്ലോ, ഒറ്റുകാരൻ. ഇനി ഞാൻ പറഞ്ഞില്ലടി. ആ മതിലൊന്നും കൂടെ തല്ലി പൊട്ടിക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല എന്ന് പറയില്ലേ. ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഇന്നലെ വരെ എനിക്ക് നിങ്ങളെ വിശ്വാസം ഉണ്ടായിരുന്നു, ഇപ്പൊ ഒരു തരി പോലും എനിക്ക് നിങ്ങളെ വിശ്വാസം. എപ്പോഴാണ് ആ വിശ്വാസം പോയത്? ഇന്നലത്തോടെ 10:30 വരെ ഉണ്ടായിരുന്നു. 11 മണിയായപ്പോ പോയി. 11 മണിയായപ്പോ പോയി. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, എനിക്ക് കുറച്ച് സ്വസ്ഥത തരൂ. എനിക്ക് മനസ്സിലായി, കാര്യം മനസ്സിലായി. എടി, ഇത് എന്റെ അച്ഛനായിരിക്കും ഈ പണി കൊണ്ട് ഒപ്പിച്ചത്. നിനക്കുള്ളല്ലേ, എനിക്കുള്ള പണിയാണ്. എന്തോന്ന് പണി? നമ്മളെ തമ്മിൽ അടുപ്പിക്കേ. പിന്നെ മാമൻ എന്നെ അങ്ങനെ പാരവയ്ക്കത്തൊന്നുമില്ല. എനിക്ക് എന്തായാലും നിങ്ങളെ തന്നെയാണ് സംശയം. നിങ്ങളെ ഇത് ചെയ്യൂ. ഞാൻ എന്തോ ചിഹ്നം, ഞാൻ അല്ലെന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞൊന്നുമില്ല. ഞാൻ ഒരു ഐഡിയ പറയട്ടെ. നിങ്ങളെ കുറച്ച് നല്ല ശ്രദ്ധയും കാര്യങ്ങളൊക്കെ നോക്കാൻ പ്രാപ്തിയുള്ള ഒരു പെണ്ണിനെ പോയി അങ്ങ് വാങ്ങിച്ചോണ്ട് വന്ന് കെട്ട്. കേട്ടാ? എടി, വാങ്ങിച്ചോണ്ട് കെട്ടാ പറയുന്നത് ജേഴ്സി പശുവാ. ഞാൻ എവിടെ പോയി വാങ്ങിച്ചോണ്ട് കെട്ടാ? നീ എന്തോന്നാണ് ഈ പറയണത്? നിങ്ങൾക്ക് ജേഴ്സി പശു. കേട്ടാ? എന്തിനവിടെ കറങ്ങി നിൽക്കണ? പോ അങ്ങോട്ട്, പോ, പുറത്തു പോ. ഇനി കുറച്ച് സമാധാനം താറാമേട്ട. ചെല്ല്, പോ. കൊണ്ടുവരാടി നിന്നെ ഞാൻ സമാധാനം. 1.5 കിലോ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദിവാറിന്റെ കടയിൽ. ഞാൻ വാങ്ങിച്ചോണ്ടോ, പോ. ചെല്ല്, പോ. ഇത് ഞാൻ അറിയാത്ത കാര്യമാണ്. നീ പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് ഞാൻ പറയില്ലേ. വിശ്വസിച്ച് ഇറങ്ങ്, പോ. ഞാൻ ചെരുപ്പിട്ടു. ചെരുപ്പിട്ടല്ല, പോ. ഇനി പോയി അടുത്ത് എന്ത് കുറ്റം പറയാന്ന് ഇറങ്ങ അങ്ങോട്ട്. ചുമ്മാ എന്നെ ദേഷ്യം പിടിപ്പിക്കതേ. ഇറങ്ങ്, പോ. ഇറങ്ങ്. ഒന്നും പറയണ്ട, ഞാൻ കണ്ടു. എന്തോ കാണാം, അതിനൊന്നും പറഞ്ഞില്ലല്ലോ. കാണുക മാത്രമല്ല, കേൾക്കുകയും ചെയ്തു. കളി അടിച്ചില്ലേ? അതാ ഞാൻ പറഞ്ഞ കളി അടിച്ച് ഞാൻ കേട്ടു. നീ ഇങ്ങനെ ഒരു പെങ്കോന്തനായി പോയല്ലോടാ. അവളൊന്ന് കണ്ണുരുട്ടിയപ്പോ നിന്റെ ഗ്യാസ് പോയി. പിന്നെ അങ്ങനെയൊന്നുമില്ല, ഞാൻ പിന്നെ വേണ്ടെന്ന് വെച്ചു. എന്ത്? അവള് വേണ്ടെന്ന് വെച്ചോ? അവളല്ല, ഇവിടെ ഒന്നും സംഭവിച്ചൊന്നുമില്ല. ഇനി അപ്പച്ചി എന്തോ നേട്ടന്നാണ് ഒന്നും ഞാൻ ഒന്നും പറഞ്ഞൊന്നുമില്ല. എന്ത് ദേഷ്യപ്പെടുന്നത് എന്തിനാ? നാണക്കേടായി പോയി.